ഫോണുമ്പോൾ ഹൈ പറയുന്ന ഫുഡെല്ലാം എടുത്ത് നമ്മളെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. അത് കൂടാണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് വലിയ സ്പേസ് തന്നെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ് ഉള്ളതുകൊണ്ട് കുറച്ച് വിശാലമായ സൗകര്യമുള്ളൊരു സ്ഥലം തപ്പി നടക്കണം കേട്ടോ എല്ലാവരും കൂടി. അങ്ങനെ നമ്മൾ തപ്പി അവസാനം ഒരു സ്ഥലം കിട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഐസ്കുട്ടി പറഞ്ഞു ഐസ്കുട്ടി കട്ട് ചെയ്യാന്നേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കേക്കെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കഴിച്ച് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആയിരുന്നേ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് അടിയിലേക്ക് കടന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കപ്പ, മീൻകറി, അങ്ങനെ ചില്ലറ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അതെല്ലാവരും കൂടി നമ്മൾ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് കപ്പയും മീൻകറിയൊന്നും ഇഷ്ടമല്ല, ഞാൻ ബിരിയാണിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാനൊരു സൈഡിൽ മാറിയിരുന്ന ബിരിയാണി നം മുണങ്ങുകയായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫുഡൊന്നും കുഴപ്പമില്ല, എന്നാലും ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കപ്പയും മീൻകറിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ കേക്ക് അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് കണ്ടത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.